Hi everyone, welcome to another session. In this video, we are going to discuss about arithmetic sequences. Consider number sequences. First, sequence of natural numbers. Then sequence of even numbers. Then sequence of multiples of 4. Next one is natural numbers leaves remainder 2 on division by 3. Next sequence is perfect squares. Last one is powers of 2. Check these number sequences. Is there any common property in the first 4 number sequences? നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ഫസ്റ്റ് ടേമായ 1, 1നോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2, 2നോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 3, 3യോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4. അപ്പോൾ 1 വീതം ആഡ് ചെയ്ത് പോകുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ദെൻ നെക്സ്റ്റ് ഈവൻ നമ്പേഴ്സ്. ഫസ്റ്റ് ടേം 2, 2നോട് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4, 4നോട് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6, 6നോട് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8. അപ്പം 2 വീതം കൂട്ടി പോകുന്നതാണ് ഈവൻ നമ്പേഴ്സ്. നെക്സ്റ്റ് മൾട്ടിപ്പിൾസ് ഓഫ് 4. 4നോട് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8, 8നോട് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12, 12നോട് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16. ഇവിടെ എങ്ങനെയാണ് 4 ആഡ് ചെയ്ത് പോകുന്നതാണ് മൾട്ടിപ്പിൾസ് ഓഫ് 4. ദെൻ നെക്സ്റ്റ് 2, 2നോട് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5, 5നോട് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8, 8നോട് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11. അപ്പോൾ ഇവിടെ എന്താണ് 3 വീതം കൂട്ടി പോകുന്നു. അതായത് ആദ്യത്തെ 4 നമ്പർ സീക്വൻസസിലും ഒരേ സംഖ്യ, ഒരേ നമ്പർ തന്നെയാണ് ആഡ് ചെയ്ത് പോകുന്നത്. ദെൻ അടുത്ത 2 എണ്ണം അങ്ങനെയാണോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം ഈസ് 1, 1നോട് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4, 4നോട് 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9, 9നോട് 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16. ഒരേ നമ്പർ അല്ല ആഡ് ചെയ്യുന്നത്. അടുത്തത് 2, 2നോട് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4, 4നോട് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8, 8നോട് 8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16. ഇവിടെയും ഒരേ നമ്പർ അല്ല ആഡ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 4 നമ്പർ സീക്വൻസസും ഒരേ നമ്പർ തന്നെയാണ് ആഡ് ചെയ്ത് പോകുന്നത്. ഇതിന് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയും. ഈ അവസാനത്തെ 2 എണ്ണം എന്തല്ല, അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് കൺസിഡർ 4, 8, 12, 16, 20, etc. First term is 4. 4 plus 4, 8. Then 8നോട് 4 ആഡ് ചെയ്തു 12. 12നോട് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16. 16നോട് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20. അതായത് ഫസ്റ്റ് ടേമിനോട് 4 ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം, സെക്കൻഡ് ടേമിനോട് 4 ആഡ് ചെയ്യുമ്പം തേർഡ് ടേം, തേർഡ് ടേമിനോട് 4 ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ടേം. അതായത് നമ്മൾ ഈ ആഡ് ചെയ്യുന്ന നമ്പർ നോക്ക്, ഒരു ഫിക്സഡ് നമ്പറാണ്. ക്ലിയർ? ദെൻ വാട്ട് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്? ഒരു ഫിക്സഡ് നമ്പർ റിപ്പീറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന പോകുന്നതിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. എ സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് എനി നമ്പർ ആൻഡ് ആഡിങ് എ fixed number repeatedly is called an arithmetic sequence. Clear ayo? Consider another sequence 3, 5, 7, 9, etc. 5 minus 3 equal to 2. That is second term minus first term is 2. 7 minus 5 equal to 2. Third term minus second term is 2. Then fourth term minus third term is 2. അതായത് കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എന്താണ്? ഒരു സെയിം നമ്പറാണ്. കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് ഒരു സെയിം നമ്പറാണ്.
That is second term minus first term equal to third term minus second term equal to fourth term minus third term. Then arithmetic sequence നമുക്ക് ഇങ്ങനെയും കൂടെ define ചെയ്യാം. An arithmetic sequence is a sequence in which we get the same number on subtracting from any term, the term immediately preceding it. Then next, consider 3, 6, 9, 12, etc. 6 minus 3, 3. 9 minus 6, 3. 12 minus 9, 3. അതായത് കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് 3. ഈ 3 ആണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയാം. കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസിനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു കോമൺ നമ്പർ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ഡിഫറൻസ് got by subtracting from any term the just previous term is called common difference of an arithmetic sequence. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് D എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ്. ക്ലിയർ ആയല്ലോ? Now let's practice some questions on arithmetic sequences. Let's start with our first question. Check whether each of the sequences given below is an arithmetic sequence. Give reasons. For the arithmetic sequences, write the common difference also. First one, sequence of odd numbers. Second one, sequence of even numbers. Third one, sequence of fractions got as half the odd numbers. Fourth, sequence of powers of 2. Fifth, sequence of reciprocals of natural numbers. How do we solve this? Yes, first one, sequence of odd numbers. For odd numbers എന്ന് പറയുന്നത് 1, 3, 5, 7, 9, etc. അപ്പോൾ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് നോക്കാം. 3 minus 1, 2. 5 minus 3, 2. 7 minus 5, 2. Yes, consecutive terms in the difference same on. Then it is an arithmetic sequence. Its common difference is 2. Clear ayallo? Then second one, sequence of even numbers 2, 4, 6, 8, etc. The second term minus first term, 4 minus 2 equal to 2. 6 minus 4 equal to 2. 8 minus 6 equal to 2. Here also consecutive terms in the difference endana same ആണ്. So it is an arithmetic sequence and its common difference is 2. Okay. Then third one, odd numbers in the half. 1, 1 by 2 വരും. 3 odd number ആണ്. 3 ന്റെ half 3 by 2. 5 by 2, 7 by 2. ഇനി ഇതിന്റെ ഡിഫറൻസ് നോക്കാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 3 by 2 minus 1 by 2 is 2 by 2, 1. Then third term minus second term. 5 by 2 minus 3 by 2. 2 by 2, 1. Then fourth term minus third term. 7 by 2 minus 5 by 2. 2 by 2, 1. This is consecutive terms in the difference same ആണ്. Therefore it is an arithmetic sequence and the common difference is 1. Then fourth one, powers of 2. But 2, 2 square, 2 cube, 2 raised to 4, etc. That is 2, 2 square is 4, 2 cube is 8, 2 raised to 4 is 16, etc. First second term minus first term. 4 minus 2, 2. Then third term minus second term. 8 minus 4, 4. Fourth term minus third term. 16 minus 8, 8. Here consecutive terms in the difference same ആണോ? No. Therefore it is not an arithmetic sequence. Okay. Then fifth one,
Reciprocals of natural numbers. 1 by 1, 1 by 2, 1 by 3, 1 by 4, etc. Then second term minus first term. 1 by 2 minus 1 by 1. Take LCM as 2. 1 into 1, 1. 2 into 1, 2. 1 minus 2 is minus 1. That is minus 1 by 2. Then third term minus second term. 1 by 3 minus 1 by 2. Take LCM. 3 into 2, 6. 2 into 1, 2. Minus 3 into 1, 3. 2 minus 3, minus 1. Minus 1 by 6. The consecutive terms in the difference same alla. Therefore, it is not an arithmetic sequence. ഇങ്ങനെ ഡിഫറൻസ് നോക്കണമെന്നില്ല. ആഡ് ചെയ്യുന്നത് സെയിം നമ്പർ ആണോ ആഡ് ചെയ്ത് പോകുന്നത് നോക്കിയാലും മതി. 1നോട് മൈനസ് ഹാഫ് ആഡ് ചെയ്യുമ്പോൾ 1/2. 1/2നോട് മൈനസ് ഹാഫ് ആഡ് ചെയ്തിട്ടാണോ 1/3 കിട്ടുന്നത്? നോ. മൈനസ് ഹാഫ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. അപ്പം സെയിം നമ്പർ അല്ല ആഡ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാലും മതി. ഓക്കെ. Now let's solve this question. Look at these pictures. If the pattern is continued, do the numbers of colored squares form an arithmetic sequence? Give reason. The number of colored square നോക്കാം. First square. എത്ര colored square ഉണ്ട്? Here 3, മേലെയും 3. 6, 7, 8. അപ്പോൾ ഇവിടെ 8 ആണ്. ഇവിടെയോ 4, 4, 8, 2, 10, 12. Next 5, 5, 10, 13, 3, 16. The number of colored square is first one 8, second 12, third 16. Then 8 plus 4 12, 12 plus 4 16. അപ്പോൾ ഇതെന്താണ്? arithmetic sequence ആണ്. Then next, this is our third question. First one, how many small squares are there in each rectangle? Second question, how many large squares? Third one, how many squares in all? Continuing this pattern, is each such a sequence of numbers an arithmetic sequence? First question നോക്കാം. For first rectangle, there are 2 small squares. Then second one, 4 small squares. Third, 6. Fourth one, 8 small squares. Then the arithmetic sequence ആണോ ചെക്ക് ചെയ്യണം. 4 minus 2, 2. 6 minus 4, 2. 8 minus 6, 2. Consecutive terms in the difference same number on. So it is an arithmetic sequence. Then second one, how many large squares? First rectangle large square illa. 0 large square. Here 1 large square. Third figure 1, 2. 2 large square. Fourth one, here 1, 2, center 3. But 3 large squares. Then ഇത് arithmetic sequence ആണോ? Yes, it is very clear. It is an arithmetic sequence. Then last one, how many squares in all? That is ആകെ എത്ര സ്ക്വയർ ഉണ്ട്? ടോട്ടൽ സ്ക്വയേഴ്സ് ആണ് കാണുന്നത്. ഫസ്റ്റ് 2 small square, 0 large square, 2 plus 0. Then 4 plus 1, 6 plus 2, 8 plus 3. But total squares 2, 5, 8, 11. The arithmetic sequence ആണോ? അപ്പോൾ 2നോട് 3 ആഡ് ചെയ്തിട്ട് 5, 5നോട് 3 ആഡ് ചെയ്താൽ 8, 8നോട് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11. Therefore it is an arithmetic sequence. Then
Next question. In the staircase shown here, the height of first step is 10 centimeters and the height of each step after it is 17.5 centimeters. How high from the ground would be someone climbing up after each step? Write these numbers as a sequence. ഇവിടെ എന്താ നമ്മൾ കാണേണ്ടത്? ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അയാൾ ഗ്രൗണ്ടിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കും? ഫസ്റ്റ് പാർട്ട്. അപ്പം ഹൈറ്റ് ഓഫ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 10 centimeter. Then each step increases 17.5 centimeters. Then height of second step from the ground, that is 10 plus 17.5, 27.5. Then height of third step ആകുമ്പോഴേക്കും 10 plus 17.5 plus 17.5 വരും, that is 10 plus 2 into 17.5. അപ്പോൾ 17.5 plus 17.5 എങ്ങനെ എഴുതാം? 2 into 17.5. Then 10 plus 35 വരും, that is 45. ഇനി ഹൈറ്റ് ഓഫ് ഫോർത്ത് സ്റ്റെപ്പ് കാണാം ഫ്രം ദ ഗ്രൗണ്ട്. ഹൈറ്റ് ഓഫ് ഫോർത്ത് സ്റ്റെപ്പ് ഫ്രം ദ ഗ്രൗണ്ട് അതെങ്ങനെയാണ് വരിക? 10 plus 17.5 plus 17.5 plus 17.5. അതിന് നമുക്ക് 3 times 17.5 എന്ന് എഴുതാം. Then that is 10 plus 52.5, 62.5. Then height of nth step. Height of nth step from the ground. Height of nth step from the ground എന്ത് വരും? 10 plus, ഇപ്പോൾ ഫോർത്ത് സ്റ്റെപ്പ് ആകുമ്പോൾ ഇവിടെ 3 ആണ്. അപ്പം nth സ്റ്റെപ്പ് ആകുമ്പോഴോ n-1. 10 plus n-1 into 17.5. That is bracket remove ചെയ്യാം. n into 17.5 minus 1 into 17.5. That is 10 plus 17.5 and minus 17.5. But 10 minus 17.5 add ചെയ്ത് കഴിഞ്ഞാൽ minus 7.5. That is 17.5 and minus 7.5. Therefore, the sequence is 10, 27.5, 45, 62.5. Clear? Then next question. The next question is, in this picture, the perpendiculars to the bottom line are equally spaced. Prove that continuing like this, the length of perpendiculars form an arithmetic sequence. So, prove ചെയ്യേണ്ടത് length of perpendiculars form an arithmetic sequence. ഈ blue lines arithmetic sequence form ചെയ്യുന്നതെന്ന് prove ചെയ്യണം. See this picture. Given bottom lines are equally spaced. അപ്പോൾ ഇത് A എടുത്തു കഴിഞ്ഞാൽ ഇതും A ആയിരിക്കും, ഇതും A ആയിരിക്കും. ഇനി നിങ്ങൾ 9th സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ട്. ഇത് ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ ഇത് ഇവിടെ വരുന്ന ലെങ്ത് ഇതെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് ഞാൻ എച്ച് നിർത്തും. ഈ ലൈൻ്റെ ലെങ്ത് എച്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് എച്ച് ആയിരിക്കും, ഇതും എച്ച് ആയിരിക്കും. ദെൻ കൺസിഡർ ദ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ദിസ് സ്മോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ബേസ് എ ആണ്, ഹൈപ്പോട്ട്ന്യൂസ് എച്ച് ആണ്. അപ്പോൾ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ത് വരും? root of h square minus a square. Then small perpendicular. ഈ small perpendicular line length x നിർത്തും. അപ്പോൾ second perpendicular ഇതിൻ്റെ ലെങ്ത് എന്ത് വരും? എക്സിൻ്റെ കൂടെ ഈ ഓൾട്ടിറ്റ്യൂഡ് ആഡ് ചെയ്യണം. അതായത് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ സെക്കൻഡ് പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് ആണിത്.
ഇനി തേർഡ് പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലൈനിനെക്കാളും ഒരു ഓൾട്ടിറ്റ്യൂഡും കൂടെ കൂടും. അതായത് സെക്കൻഡ് ലൈനിന്റെ ലെങ്ത്തിന്റെ കൂടെ ഈ ഓൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത്തും കൂടെ ആഡ് ചെയ്യണം. അതായത് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ദാറ്റ് ഈസ് 2 ടൈംസ്. ദെൻ ഫോർത്ത് ലൈനിലാണെങ്കിലോ തേർഡ് ലൈനിന്റെ ലെങ്ത്തിന്റെ കൂടെ ഈ ഒരു ഓൾട്ടിറ്റ്യൂഡും കൂടെ ആഡ് ചെയ്യണം. അത് ആ ഓൾട്ടിറ്റ്യൂഡിന്റെ ലെങ്ത് എന്ത് തന്നെയാണ് വരിക? റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. Therefore, fourth line the length x plus 3 times root of h square minus a square. Therefore, the sequence is x plus root of h square minus a square, x plus 2 times root of h square minus a square. ഇതിൽ എന്താണ്? എല്ലാത്തിലും root of h square minus a square add ചെയ്ത് പോവാണ്. Therefore, it is an arithmetic sequence. Clear ആയോ? This is our last question. The algebraic expression of a sequence is x equal to n cube minus 6n square plus 13n minus 7. Is it an arithmetic sequence? So first നമുക്ക് n ന് values കൊടുക്കാം. n ന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 cube minus 6 into 1 square plus 13 into 1 minus 7. That is 1 minus 6 plus 13 minus 7. ഒരേ സൈനിലൊക്കെ നമുക്ക് -6ഉം -7ഉം ആഡ് ചെയ്യാം. -13. 1ഉം 13ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 14. അപ്പോൾ 14 minus 13 1. Then n ന് 2 കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 2 cube minus 6 into 2 square plus 13 into 2 minus 7. 2 cube is 8, 6 into 4 24, 13 into 2 26. Then minus 24ഉം minus 7ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -31. 8ഉം 26ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 34. 34 minus 31 is 3. Then put n equal to 3. We get 3 cube minus 6 into 3 square plus 13 into 3 minus 7. 3 cube is 27. 6 into 9 54. 13 into 3 39. Then negatives ഒരേ സൈൻ ഒക്കെ ആഡ് ചെയ്യാം. -54ഉം -7ഉം ആഡ് ചെയ്യാം. 27ഉം 39ഉം ആഡ് ചെയ്യാം. We get 66 minus 61. That is 5. Then put n equal to 4. x4 equal to 4 cube minus 6 into 4 square plus 13 into 4 minus 7. 4 cube is 4 into 4 into 4 64. 6 into 16 96. 13 into 4 52. minus 97ഉം -7ഉം ആഡ് ചെയ്യാം. Then 64ഉം 52 ആഡ് ചെയ്യാം. 116 minus 103. That is 13. Then the sequence 1, 3, 5, 13, etc. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് നോക്കാം. 3 minus 1 2, 5 minus 3 2, 13 minus 5 8. സെയിം ആണോ? കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് സെയിം അല്ല. Therefore, it is not an arithmetic sequence. Clear ആയോ? Yes. എല്ലാവർക്കും അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? Okay, thank you.